ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. വെനസ്വേലയിലെ US സൈനിക നടപടിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി UN രക്ഷാസമിതി നാളെ അടിയന്തര യോഗം ചേരും. കൗൺസിലിൽ സ്ഥിരാംഗമല്ലാത്ത കൊളംബിയയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് യോഗം വിളിച്ചത്. സ്ഥിരാംഗങ്ങളായ ചൈനയും റഷ്യയും ആവശ്യത്തിന് പിന്തുണ നൽകി. വെനസ്വേലയിലെ US സൈനിക നടപടി അപകടകരമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. അന്താരാഷ്ട്ര നിയമങ്ങൾ മാനിക്കപ്പെടാത്തതിൽ വലിയ ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രശ്നത്തിൽ സമഗ്രമായ ചർച്ച നടത്തണമെന്നും UN സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനായാണ് തലസ്ഥാനമായ കാരക്കാസിലെ സൈനിക കേന്ദ്രം US സൈന്യം ലക്ഷ്യമിട്ടതെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സുരക്ഷിതവും ഉചിതവും നീതിപൂർവവുമായ അധികാര കൈമാറ്റം നടക്കുന്നതുവരെ വെനസ്വേലയെ അമേരിക്ക നിയന്ത്രിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഫ്ലോറിഡയിലെ മാർ എലാഗോയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിനെ ആക്ടിംഗ് പ്രസിഡന്റായി നിയമിച്ചുകൊണ്ട് വെനസ്വേല സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ചേംബർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഭരണപരമായ തുടർച്ചയും ദേശസുരക്ഷയും ഉറപ്പാക്കുന്നതിനായി റോഡ്രിഗസ് താൽക്കാലിക പ്രസിഡന്റായി സ്ഥാനമേൽക്കുമെന്നാണ് കോടതി വിധി വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ പൗരന്മാർ വെനസ്വേലയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും നിലവിൽ അവിടെയുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം. അടിയന്തര ആവശ്യങ്ങൾക്ക് കാരക്കാസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടേണ്ടതാണ്. എംബസിയുടെ ഇമെയിൽ വിലാസമായ cons.caracas@mea.gov.in വഴിയും 5842958428 എന്ന നമ്പറിലൂടെയും ബന്ധപ്പെടാവുന്നതാണ്. 72ാമത് ദേശീയ വോളിബോൾ ടൂർണമെന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. ഇന്നു മുതൽ ഈ മാസം 11 വരെ വാരാണസിയിലാണ് ടൂർണമെന്റ് നടക്കുക. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള 73ഓളം പുരുഷ വനിതാ ടീമുകളിലായി 1000-ലേറെ കായിക താരങ്ങൾ ഇക്കുറി കളത്തിലിറങ്ങും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയിലെ ഹിയറിംഗ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാനതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും വയോധികർക്കും പ്രവാസികൾക്കും നേരിട്ട് വരാതെ തന്നെ ഹിയറിംഗ് നടത്താൻ സൗകര്യമൊരുക്കുമെന്ന് ശ്രീ രത്തൻ യു കേൽക്കർ പറഞ്ഞു. രജിസ്ട്രേഷൻ വകുപ്പ് ഈ വർഷം മുതൽ ആരംഭിക്കുന്ന രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ നിർവഹിച്ചു. 1865 അഞ്ചരക്കണ്ടിയിലാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ രാജ്യത്തെ ആദ്യത്തെ രജിസ്ട്രേഷൻ സംവിധാനം വന്നത്. 1867 ജനുവരി 4 ആദ്യത്തെ രജിസ്ട്രേഷൻ നടന്നതിന്റെ സ്മരണയിലാണ് ജനുവരി 4 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. അഗ്നിശമന സേനയുടെ ഫയർ ആൻഡ് സേഫ്റ്റി സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ശിലാസ്ഥാപനവും ഇന്ന് രാവിലെ 11 മണിക്ക് കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ മുഖ്യമന്ത്രി നിർവഹിക്കും. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് പാർക്കിംഗിൽ വൻ തീപിടുത്തം. 2ാം പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള പാർക്കിംഗിലാണ് തീ പടർന്നു പിടിച്ചത്. 600 ബൈക്കുകൾ കത്തിനശിച്ചതായാണ് പ്രാഥമിക വിവരം. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. റെയിൽവേ സ്റ്റേഷനിലെ തീപിടുത്തത്തിൽ മന്ത്രി കെ രാജൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായി മന്ത്രി പറഞ്ഞു. ഫോറൻസിക് സംഘത്തെ അടക്കം എത്തിച്ച് പരിശോധന നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. നൈപുണ്യ വികസന പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കുമായി തൊഴിൽ പരിശീലനത്തിന് പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണിത്. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാത്ത 18 മുതൽ 30 വയസ്സുവരെ പ്രായപരിധിയിലുള്ളവരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് employment.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അഗസ്ത്യാർകൂടം ട്രക്കിംഗ് ഈ മാസം 14 മുതൽ ഫെബ്രുവരി 11 വരെ നടക്കും. ട്രക്കിംഗ് ഫീസ് 2420 രൂപയും ഇക്കോസിസ്റ്റം മാനേജ്മെന്റ് സ്പെഷ്യൽ ഫീസ് 580 രൂപയും ഉൾപ്പെടെ 3000 രൂപയാണ് ഒരാളിൽ നിന്ന് ഈടാക്കുക. ഈ മാസം 31 വരെയുള്ള ട്രക്കിങ്ങിന് ജനുവരി ആദ്യവാരം ബുക്കിംഗ് ആരംഭിക്കും. ഫെബ്രുവരി 1 മുതൽ 11 വരെയുള്ള ട്രക്കിങ്ങിന് ജനുവരി 3 വാരത്തെ അവസാന ദിവസങ്ങളിലായിരിക്കും ബുക്കിംഗ് ഉണ്ടാവുക. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഫൈനലും ഈ മാസം 10 കൊല്ലം അഷ്ടമുടിക്കായലിൽ നടക്കും. വനിതകളുടെ വള്ളങ്ങൾ ഉൾപ്പെടെ 9 വള്ളങ്ങൾ പങ്കെടുക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.